പ്രിയ ദൈവജനമേ, എന്നിൽ അർപ്പിതമായിരിക്കുന്ന ഉത്തരവാദിത്വം ദൈവമാതാവിൻ്റെ അനുസരണം എന്ന പുണ്യത്തെപ്പറ്റി സംസാരിക്കുക എന്നുള്ളതാണ്. അനുസരണം, ക്ഷമ, വിനയം, ദയ മുതലായ ഗുണങ്ങൾ മനുഷ്യജാതിയെ മറ്റു ജീവജാലകങ്ങളിൽ നിന്നും മഹത്വമുള്ളവനാക്കുന്നു. അനുസരണത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ആദ്യം നമ്മളിൽ ഉളവാകുന്ന സംഭവം ബൈബിളിലെ പഴയ നിയമത്തിൽ അബ്രഹാം തൻ്റെ മകനെ ബലിയർപ്പിക്കുവാൻ കൊണ്ടുപോകുന്നതാണ്. ഒരു മനുഷ്യന് തൻ്റെ ജീവിതാവസാനത്തിൽ ലഭിച്ച ഒരേ ഒരു പുത്രനെ ബലി കഴിക്കണമെന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖവും നിരാശയും എത്രമാത്രം വലുതാണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ടും ദൈവേഷ്ടം നടത്താൻ അനുസരണമുള്ളവനായ അബ്രഹാം തൻ്റെ ദൈവത്തോടുള്ള സ്നേഹത്താൽ മകനെ ബലി കഴിക്കാൻ തന്നെ തീരുമാനിക്കുക വഴി ദൈവത്തിൻ്റെ അതിരുകളില്ലാത്ത സ്നേഹം അബ്രാഹത്തിന് ലഭിക്കുകയും അങ്ങനെ അനുസരണം മൂലം വലിയൊരു ജനത്തിൻ്റെ പിതാവായി തീർന്നു. ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ ചൊരിയാൻ തയ്യാറാകുമ്പോൾ അവൻ്റെ വാക്ക് നാം ശ്രദ്ധിക്കുന്നുണ്ടോ എന്നോർക്കണം. ഒരുപക്ഷെ നമുക്കുണ്ടാകുന്ന ചില പരീക്ഷണങ്ങൾ അതിൻ്റെ കാഠിന്യമോർത്ത് നമ്മൾ ഒഴിവാക്കും. എന്നാൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന മറ്റെന്തെങ്കിലും നല്ല കാര്യത്തിൻ്റെ ആരംഭമായിട്ടാണ് ദൈവം എനിക്കിത് നൽകിയതെന്ന് കരുതി നാം ദൈവത്തിൻ്റെ ആഗ്രഹം നിറവേറ്റിയാൽ ഭാവിയിൽ നമുക്ക് വലിയ കാര്യങ്ങൾ സാധിക്കും എന്ന് ദൈവത്തിൽ വിശ്വസിച്ച് അത് ചെയ്താൽ നമ്മുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ സംഭവിക്കും. ദൈവമാതാവിനോട് ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ട് നിനക്കൊരു പുത്രൻ ജനിക്കും എന്ന് പറയുമ്പോൾ വിവാഹ നിശ്ചയം മാത്രം കഴിഞ്ഞിരുന്ന ഒരു പെൺകുട്ടിക്കുണ്ടാകുന്ന വേദന എത്ര ഭയാനകമായിരിക്കും. പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത് ആ നാട്ടിൽ അവിവാഹിതരായ പെൺകുട്ടികൾ ഗർഭിണിയായാൽ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന നിയമമുള്ളപ്പോൾ. ഇവിടെ നാം കാണുന്നത് തനിക്കുണ്ടാകാൻ പോകുന്ന പ്രയാസങ്ങളെയല്ല, മറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം തന്നിൽ നിറവേറുന്നതിന് ഒരുങ്ങുകയും അത് തന്നിലൂടെ സാധിക്കുന്നതിൽ സന്തോഷിക്കുകയാണ്. ഇവിടെയാണ് നാം അനുസരണം എന്ന പുണ്യത്തിൻ്റെ മാഹാത്മ്യം ദർശിക്കുന്നത്. അതിന് പരിശുദ്ധ മറിയം സർവാത്മന മനസ്സാകുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബൈബിളിൽ കാണുന്ന മറിയത്തിൻ്റെ സ്തോത്രഗീതം. ഇതിൽ പരിശുദ്ധ മറിയത്തിൻ്റെ താഴ്മയും അനുസരണവും എടുത്തു കാട്ടുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ 11-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നു, ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവൻ കൂടുതൽ ഭാഗ്യവാന്മാരായിത്തീരും. അനുസരണം നമ്മെ കൂടുതൽ ദൈവഭക്തരും ഭാഗ്യവാന്മാരുമാക്കി തീർക്കും. ഏത് കാര്യത്തിലും നമുക്കുണ്ടാവുന്ന അചഞ്ചലമായ വിശ്വാസമാണ് നാം അതനുസരിക്കുന്നതിന് പ്രേരകമാക്കുന്നത്. പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായം 19-ാം വാക്യത്തിൽ ഒരു മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായിത്തീരുന്നു, അതുപോലെ ഒരു മനുഷ്യൻ്റെ അനുസരണത്താൽ അനേകർ നീതിയുള്ളവരായിത്തീരുന്നു. ഇവിടെയാണ് നാം കാണുന്നത് പരിശുദ്ധ മാതാവിൻ്റെ അനുസരണം എന്ന പുണ്യമൂലം ലോകത്ത് ദൈവം മനുഷ്യനായി പിറന്നു. അതുവഴി ലോകം രക്ഷിക്കപ്പെട്ടു. ദൈവത്തെയാണ് അനുസരിക്കേണ്ടതെന്ന് പത്രോസ് ശ്ലീഹ ജനക്കൂട്ടത്തെ ആഹ്വാനം ചെയ്യുന്നത് നാം അപ്പസ്തോല പ്രവർത്തനത്തിൽ 5-ാം അധ്യായത്തിൽ 29-ാം വാക്യത്തിൽ കാണുന്നു. 1 സാമുവേൽ 15-ാം അധ്യായം 22-ാം വാക്യത്തിലും ഇപ്രകാരം കാണുന്നു, അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണെന്ന്. ഈ മഹത്തായ പുണ്യമാണ് പരിശുദ്ധ ദേവമാതാവിൻ്റെ ജീവിതത്തിലുടനീളം കാണുന്നത്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ശാസനങ്ങൾ ചുരുക്കത്തിൽ വിവരിക്കുകയാണെങ്കിൽ: 1. അവിടുത്തെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ, ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം. 2. വിനയം, പരമപിതാവിനോട് ഏത് കാര്യത്തിലും കീഴ്പ്പെടുക. 3. വിശ്വാസം, അതാണ് ജീവിതത്തിലുടനീളം നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. 4. ദൈവേഷ്ടത്തിന് അടിപ്പെടുക, പ്രവൃത്തിയിൽ വെളിവാക്കപ്പെടുക. 5. ദൈവത്തിൻ്റെ അപ്രമാദിത്വം മനസ്സിലാക്കി പ്രവർത്തിക്കുക. 6. പരിശുദ്ധ മാതാവിൻ്റെ ജീവിതം ഒരു ക്രിസ്ത്യാനിക്ക് വഴികാട്ടിയാണ്. 7. ദൈവം നല്ലതേ വരുത്തൂ എന്നുള്ളതാണ് നമുക്ക് പരിശുദ്ധ മാതാവിൻ്റെ ജീവിതത്തിൽ നിന്നും നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടത്. പരിശുദ്ധ മാതാവിൻ്റെ ഈ ഗുണങ്ങൾ നമ്മൾ മനസ്സിലാക്കുക മാത്രമല്ല വേണ്ടത്, പിന്നെയോ അത് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തോടും അനുസരണയോടും കൂടി നടപ്പാക്കാൻ നമ്മുടെ ആത്മാർത്ഥമായ പരിശ്രമവും വേണം. അതിന് നമ്മെ എല്ലാവരെയും പ്രാപ്തരാക്കാൻ സർവശക്തനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.